വഴിക്കടവ് സ്വദേശിനിയായ വൃദ്ധയുടെ കാലിലെ ഞരമ്പ് ശസ്ത്രക്രിയക്കിടെ മുറിഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് ഗുരുതര ചികിത്സാ പിഴവ്. വഴിക്കടവ് മടത്തൊടി പാർവതിയുടെ കാലിലെ ഞരമ്പാണ് മുറിഞ്ഞത്. കാലുവേദനയെ തുടർന്നാണ് പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മെയ് 10 ചികിത്സ തേടിയത്. 12 മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടന്നത്. വൈകിട്ടോടെ കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾ രോഗിയുടെ സർജറി നടത്തിയ കാലിൽ തണുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്കാനിംഗിൽ രോഗിയുടെ കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ചതായി കണ്ടെത്തി. എന്നാൽ ഈ വിവരം ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ച് രോഗിയെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുവാൻ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞതായി ബന്ധുക്കൾ പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊണ്ടുപോകുന്നതെന്ന് എഴുതി വാങ്ങുകയും രോഗിയുടെ ഇതുവരെയുള്ള ചികിത്സാ വിവരങ്ങൾ നൽകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ രോഗിക്ക് ഇൻഷുറൻസ് ഉണ്ടായിട്ടും ഇൻഷുറൻസ് നൽകാതെ 6 ദിവസം പ്രയാസത്തിലാക്കി. ഇതിനിടയിൽ 3 സർജറിയും നടത്തി. ഇതിനുള്ള പണം കയ്യിൽ നിന്നും അടച്ച ശേഷമാണ് ഇൻഷുറൻസ് നൽകിയത്. നിലവിൽ 5 സർജറി ഇതിനോടകം കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രക്തക്കുഴലിലെ ഒന്നിലേറെ ഞരമ്പുകൾ മുറിഞ്ഞെന്ന് കണ്ടെത്തിയത്. കാലിലേക്കുള്ള രക്തയോട്ടം നിലച്ചെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അറിയിച്ചു. കാലുവേദനയുടെ ഭാഗമായി നടത്തിയ സർജറിയിലാണ് രോഗിയുടെ കാലിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റിയത്. നടന്ന ആശുപത്രിയിൽ എത്തിയ രോഗിയുടെ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ്. രോഗി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിലാണ്. പാർവതിയുടെ കൊച്ചുമകൻ രാഹുലിനൊപ്പമാണ് പാർവതി താമസിക്കുന്നത്. രാഹുൽ മലപ്പുറം DMOക്ക് പരാതി നൽകി. SS Gold, Pure Gold. SS Group, Nilambur.